Welcome to another section of plus 1 mathematics, sets, intervals as subset of real numbers. Through this video, we are discussing about the notation of intervals as the subset of real numbers. അപ്പോൾ നമുക്ക് റിയൽ നമ്പർ സെറ്റ് എന്താണെന്ന് അറിയാം. അതായത് റിയൽ നമ്പറിൻ്റെ സബ്സെറ്റിനെ അല്ലെങ്കിൽ റിയൽ നമ്പറിൻ്റെ പാർട്ടിനെ ഇൻ്റർവൽ ഫോമിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. First of all, we know the set of all real numbers. അപ്പോൾ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സസ് വരെ പഠിക്കുന്ന എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ റിയൽ നമ്പർ സെറ്റ് എന്ന് പറയുന്നത്. ഒരു റിയൽ നമ്പർ സെറ്റിനെ നമുക്കൊരു റിയൽ ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാം. ദറ്റ് ഈസ് കോൾഡ് റിയൽ ലൈൻ. റെപ്രസെൻറ്റേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഇൻ എ ലൈൻ ഈസ് കോൾഡ് റിയൽ ലൈൻ. ഇപ്പോൾ ഒരു റിയൽ ലൈനിൽ നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും മിഡിലിൽ 0 മാർക്ക് ചെയ്യും. Less than 0 we are marking all, left side of 0 we are marking all negative numbers, negative real numbers. In the right side of 0 we are marking all positive real numbers. അപ്പോൾ നമുക്ക് ഇതുവരെ അറിയാവുന്ന എല്ലാ നമ്പേഴ്സും ഈ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 5/2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ, ഇറ്റ് ഈസ് ഈക്വൽ ടു 2.5. ദാറ്റ് വി ക്യാൻ മാർക്ക് ദ മിഡ് പോയിന്റ് ഓഫ് 2 and 3. അതായത് 2, 3 എന്ന് പറഞ്ഞ 2 പോയിന്റ്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ മിഡിലായിട്ട് 2.5 നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സിമിലർലി 8 നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് 0 എന്ന് ഒരു 8 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 എന്ന് പറയുന്ന ഇൻറ്റിജറിനെ മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും ഒന്നിച്ച് ചേർന്നതാണ്. അപ്പോൾ ഇറാഷണൽ നമ്പറായ √2 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 1.4 ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം 1.4-നടുത്ത് √2 മാർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പൈ എന്ന് പറയുന്നതും ഒരു റേഷണൽ നമ്പറാണ്. അത് അപ്രോക്സിമേറ്റ്ലി 3.14 ആണ്. അപ്പോൾ നമുക്ക് 3.1-ൻ്റെയും 1.4-ൻ്റെയും 1.5-ൻ്റെയും ഇടയിൽ നമുക്ക് പൈ മാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കറിയാവുന്ന എല്ലാ റിയൽ നമ്പറിനെയും ഒരു റിയൽ ലൈനിൽ മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ റിയൽ നമ്പറിൻ്റെ സബ്സെറ്റിനെ നമുക്ക് ഇൻ്റർവൽ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ടൈപ്പ് ഇൻ്റർവലാണ്, 3 ടൈപ്പ് ഇൻ്റർവലാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. വി ക്യാൻ ടേക്ക് 1 by 1. ഫസ്റ്റ് ഓപ്പൺ ഇൻ്റർവൽ. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡിഫൈൻ വാട്ട് ഈസ് മെന്റ് ബൈ ഓപ്പൺ ഇൻ്റർവൽ. ലെറ്റ് എ ആൻഡ് ബി ആർ 2 റിയൽ നമ്പേഴ്സ് ആൻഡ് എ ഈസ് ലെസ് ദാൻ ബി. ദി സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി ഡിനോട്ടഡ് ബൈ ഓപ്പൺ ബ്രാക്കറ്റ് എ, ബി, then close the bracket by using another open bracket. Read as open interval AB. അതായത് എയും ബിയും 2 റിയൽ നമ്പറാണ്. എ ഈസ് ഓൾവേസ് ലെസ് ദാൻ ബി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഇടയിലുള്ള ബിറ്റ്വീൻ എ ആൻഡ് ബി ഉള്ള എല്ലാ റിയൽ നമ്പറിനെയും നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. അതായത് എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറിനെയും നമുക്ക് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. That is, open interval AB means set of all x such that x is a real number a less than x less than b. അതായത് എ എന്ന് പറയുന്ന റിയൽ നമ്പറിനും ബി എന്ന് പറയുന്ന റിയൽ നമ്പറിനും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ഈ സബ്സെറ്റിനകത്ത്, അതായത് ഈ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ റിയൽ ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇറ്റ് ഈസ് അവർ റിയൽ ലൈൻ ആൻഡ് ദിസ് നമ്പർ എ ഈസ് ലെസ് ദാൻ ബി ബിക്കോസ് എ ഈസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ബി. Here we can see that we can take, ഇത് നമുക്ക് റിയൽ ലൈനിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതൊരു റിയൽ ലൈനാണ്. എ എന്ന് പറയുന്ന നമ്പർ ബിനേക്കാളും ലെസ്സാണ്, ചെറുതാണ്. അതായത് എ ലെസ് ദാൻ ബി ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എ എന്ന് പറയുന്ന ബിയുടെ ലെഫ്റ്റ് സൈഡായിരിക്കും എ വരുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി, അതായത് എക്കും ബിക്കും ഇടയിലുള്ള ഈ നമ്പേഴ്സ്, അതായത് ഈ ഒരു പാർട്ടാണ് ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് പറയില്ല. എ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത റിയൽ നമ്പറാണ് ഇതിനകത്തുള്ള എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ്. ലാസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ എലമെൻറ്റ് ജസ്റ്റ് ബിഫോർ ദ നമ്പർ ബി, അതായത് എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ നമ്പേഴ്സുമാണ് ഇതിനിടയിൽ വരുന്നത്. നമുക്ക് ചില എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. വി ക്യാൻ ടേക്ക് സം എക്സാമ്പിൾസ്. ഫസ്റ്റ് ഓപ്പൺ ഇൻ്റർവൽ 3, 8. ഇറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a real number 3 less than x less than 8. അതായത് നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ 3, 8 സെറ്റ് ബിൽഡർ ഫോമിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ 3 and 8.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ള ഏറ്റവും ചെറിയ റിയൽ നമ്പർ ഏതെന്ന് പറയില്ല. 3 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന റിയൽ നമ്പർ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതായത് 3 മുതൽ 8 വരെയുള്ള എല്ലാ റിയൽ നമ്പറും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ദർ. ഓൾ ദീസ് റിയൽ നമ്പേഴ്സ് ആർ ഇൻ ദിസ് സെറ്റ്. Now we can take another example. We can mark this in a real line. Here we can see that it is our 3, it is our 8. Here 3 is not included in this set and 8 is not included. All real number between 3 and 8 we can, അതായത് 5, 6, 4 ഇതൊക്കെ ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. 3.8 ഇതൊക്കെ ഈ സെറ്റിനകത്ത് ഈ ഓപ്പൺ ഇൻ്റർവെല്ലിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. പക്ഷേ 3 ഇതിനകത്ത് മെമ്പർ ആയിരിക്കില്ല, 8ഉം ഇതിനകത്ത് മെമ്പർ ആയിരിക്കില്ല. Now we can take another example. Open interval -1, 4. Set up all x such that x is a real number. -1 less than x less than 4. അതായത് -1നും 4നും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. നമുക്ക് റിയൽ ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. -1 ഇതിനകത്ത് മെമ്പർ ആയിരിക്കില്ല. -1 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത റിയൽ നമ്പർ മുതൽ 4ന് തൊട്ട് മുമ്പുള്ള റിയൽ നമ്പർ വരെ ഈ സെറ്റിനകത്ത് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ 0 എന്ന് പറയുന്ന ഇൻറ്റിജർ ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലെ മെമ്പർ ആയിരിക്കും. അതായത് 2 എന്ന് പറയുന്ന ഇൻറ്റിജറും ഈ ഓപ്പൺ ഇൻ്റർവെല്ലിലെ ഒരു എലമെൻ്റ് ആയിരിക്കും. 2.6 എന്ന് പറയുന്ന റേഷണൽ നമ്പറും ഈ ഒരു ഇൻ്റർവെല്ലിലെ മെമ്പർ ആയിരിക്കും. √2 എന്ന് പറയുന്ന ഇറേഷണൽ നമ്പർ, അതായത് 1.4 ആണ് അപ്രോക്സിമേറ്റ്ലി. ഇറ്റ് ഈസ് ഓൾസോ ഇൻ ദിസ് ഇൻ്റർവെൽ. ബട്ട് 5 ഈസ് ആൻ ഇൻറ്റിജർ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദിസ് ഇൻ്റർവെൽ. അപ്പോൾ -1നും 4നും ഇടയിൽ വരുന്ന എല്ലാ റിയൽ നമ്പറിൻ്റെയും സെറ്റിനെയാണ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ -1, 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർവെൽ ഈസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ക്ലോസ്ഡ് ഇൻ്റർവെൽ, let a and b are two real number and a is less than b. The set of all real number from a to b is denoted by closed interval ab. Closed bracket a comma b, then another closed bracket. Read as closed interval ab. അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ആയിരുന്നു. ഓപ്പൺ ബ്രാക്കറ്റ് ആണെങ്കിൽ ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആണ്. ദാറ്റ് മീൻസ് ഓൾ റിയൽ നമ്പർ ഫ്രം എ ടു ബി ഇൻക്ലൂഡിങ് ബോത്ത്. അതായത് ഓൾ റിയൽ നമ്പർ ഫ്രം എ ടു ബി, അതായത് എ മുതൽ ബി വരെയുള്ള എല്ലാ റിയൽ നമ്പറും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് അറിയാം, ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്നത് എ ആയിരിക്കും, ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ബി ആയിരിക്കും. എ മുതൽ ബി വരെയുള്ള എല്ലാ റിയൽ നമ്പറും ഇതിനകത്ത് എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എ ആണ്, ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ രണ്ട് എൻഡും ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. Closed interval AB is equal to set of all x such that x is a real number a less than or equal to x less than or equal to b. എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. കൂടാതെ എയും ബിയും കൂടി ഇതിനകത്തുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് ഓപ്പൺ ഇൻ്റർവെലും ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയും ഓപ്പൺ ഇൻ്റർവെൽ എ ബിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇവിടെ 2 നമ്പർ എക്സ്ട്രാ വരും. എയും ബിയും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. നേരത്തെ എയും ബിയും മെമ്പേഴ്സ് ആയിരുന്നില്ല. ഇനി നമുക്ക് റിയൽ ലൈനിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു റിയൽ ലൈൻ വരക്കാം. ഹിയർ ഇറ്റ് ഈസ് എ, ഹിയർ ഇറ്റ് ഈസ് ബി. ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻക്ലൂഡിങ് ബോത്ത്. ദ സ്റ്റാർട്ടിംഗ് നമ്പർ ഈസ് എ ആൻഡ് ഫിനിഷിംഗ് നമ്പർ, ദി എൻഡിങ് നമ്പർ ഈസ് ബി. All real number between a and b including both is called closed interval AB. It is in set builder form. We can represent like this. Now we can take some examples for closed interval AB. First of all, closed interval 3, 8. We can represent in set builder form like this. Set of all x such that x is a real number 3 less than or equal to x less than or equal to 8. All real number between 3 and 8 including both. Here it is an infinite set of real numbers between 3 and 8 including both. Now we can take another example. Before that we can mark this interval in real line like this. Now another example, closed interval -1, 4. It is set of all x such that x is a real number and -1 less than or equal to x less than or equal to 4. That means all real number between -1 and 4 including both -1 and 4. That is closed interval 1, 4. That is all real number from -1 to 4 including both.
ദാറ്റ് ഈസ് കോൾഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി -1 4. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്താണെന്നും ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. Now we are defining semi-open interval or semi-closed interval. Semi-open interval or semi-closed intervals. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എന്നും ഹാഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്നും പറയാം. എന്താണ് ആ സെമി ഓപ്പൺ ഇൻ്റർവെൽസ് നോക്കാം. Let a and b are two real numbers and a is less than b. The intervals closed bracket a comma b open bracket and open bracket a comma b are called semi-open interval. That is closed bracket a comma b open bracket and open bracket a comma b closed bracket is called semi-open intervals. ഇതെന്താണെന്ന് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ അതായത് റൂൾ മെത്തേഡിൽ എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ കൊമ ബി ഇറ്റ് ഈസ് എ സെമി ഓപ്പൺ ഇൻ്റർവെൽ because this side is open. Also it is a semi-closed interval because this side is closed. അപ്പോൾ നമുക്കിതിനെ സെമി ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്നോ അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എന്നോ പറയാം. കാരണം ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസ്ഡും ആണ്. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ റിയൽ നമ്പർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. That means all real number between a and b including a excluding b. അതായത് എക്കും ബിക്കും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പറും ഇതിനകത്തെ മെമ്പേഴ്സ് ആയിരിക്കും. കൂടാതെ എയും ഇതിനകത്തെ മെമ്പർ ആയിരിക്കും, ബി ഇതിനകത്തെ മെമ്പർ ആയിരിക്കില്ല. Now we can take semi open interval open bracket a comma b closed bracket. It is equal to set of all x. X is a real number a less than x less than or equal to b. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാം. എ എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിനകത്തെ മെമ്പർ ആയിരിക്കില്ല. കാരണം ഇവിടെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആണുള്ളത്. അതായത് എ ഈസ് നോട്ട് എ മെമ്പർ ആൻഡ് ബി ഈസ് എ മെമ്പർ ഇൻ ദ സെറ്റ്. അപ്പോൾ ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻക്ലൂഡിങ് ബി എക്സ്ക്ലൂഡിങ് എ. അപ്പം എ മുതൽ ബി വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇതിനകത്തെ എലമെൻറ്റ്സ് ആയിരിക്കും. എ ആയിരിക്കില്ല, ബി ഇതിനകത്തെ മെമ്പേഴ്സ് ആയിരിക്കും. ഇതാണ് സെമി ഓപ്പൺ. ഈ രണ്ട് ഇൻ്റർവെല്ലുകളെയാണ് നമ്മൾ സെമി ഓപ്പൺ ഇൻ്റർവെൽസ് ഓർ സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ഓർ ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ ഓർ ഹാഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് എന്നൊക്കെ പറയുന്നത്. Now we can take some example. Closed bracket 3,8 open bracket is equal to set of all x such that x is a real number minus 3 less than or equal to x less than or equal to 8. Here it is a closed bracket, therefore 3 is included. Here it is an open bracket, therefore 8 is excluded. That is set of all real number between 3 and 8 and 3 is included. അതായത് ഈ ഇൻ്റർവെല് 3 മുതൽ 8 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യും. 3 ഇതിനകത്ത് മെമ്പർ ആയിരിക്കും, പക്ഷേ 8നെ ഇതിനിവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെമി ഓപ്പൺ ഇൻ്റർവെൽ 3,8 എന്താണെന്ന് നോക്കാം. ഓപ്പൺ ബ്രാക്കറ്റ് 3,8 ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ലെസ് ഇസ് എ റിയൽ നമ്പർ 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഹിയർ all real number between 3 and 8 including 8 excluding 3. അതായത് 3 മുതൽ 8 വരെയുള്ള നമ്പേഴ്സ് എല്ലാം ഇതിനകത്ത് പെടും. പക്ഷേ 3 ഇതിനകത്ത് മെമ്പർ ആയിരിക്കില്ല, 8 ഇതിനകത്തുള്ള മെമ്പർ ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ 8 കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എവിടെയാണോ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉള്ളത് അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണം. ഓപ്പൺ ബ്രാക്കറ്റിലെടുത്ത് ലെസ് ദാൻ സിമ്പിൾ ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെമി ഓപ്പൺ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയഗ്രാം എങ്ങനെയാണെന്ന് നോക്കാം. All real number between 3 and 8. Here 8 is included and 3 is excluded. This is our semi-open interval 3,8. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്നും സെമി ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്നും ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്താണെന്നും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് റിയൽ നമ്പറിൻ്റെ പാർട്ട്, അതായത് റിയൽ ലൈനിൻ്റെ ഒരു പാർട്ടിനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാവുന്ന പോലെ തന്നെ ഇൻ്റർവെൽ ഫോമിലും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്തമാറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നൊട്ടേഷനാണ് ഇൻ്റർവെൽ ഫോം. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമുക്കറിയാം
ഈ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഓൾ റിയൽ നമ്പർ മീൻസ് ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ എ റിയൽ ലൈൻ. അതായത് ഇതിനകത്തുള്ള സ്മോളസ്റ്റ് റിയൽ നമ്പർ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതേപോലെ തന്നെ ലാർജസ്റ്റ് റിയൽ നമ്പർ ഏതാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിയൽ ലൈൻ എന്ന് പറയുന്നത് -∞ മുതൽ +∞ വരെയുള്ള ഒരു ലൈനിനെയാണ് നമ്മൾ റിയൽ ലൈൻ എന്ന് പറയുന്നത്. -∞നും +∞ ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: റിയൽ നമ്പർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ റിയൽ നമ്പർ ആൻഡ് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ +∞. അതായത് -∞നും +∞ ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന സെറ്റിനെയാണ് നമ്മൾ റിയൽ ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് റിയൽ ലൈനിനെ വേണമെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ -∞ +∞ എന്ന് എഴുതാൻ പറ്റും. കാരണം ഓൾ റിയൽ നമ്പർ ബിറ്റ്വീൻ -∞ ടു +∞ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ റിയൽ നമ്പേഴ്സും വരും. അപ്പോൾ നമുക്ക് റിയൽ നമ്പർ സെറ്റിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓപ്പൺ ഇൻ്റർവെൽ -∞ ടു +∞ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും.